അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ മക്കൾക്ക് പേര് വെക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട 9 കാര്യങ്ങളെക്കുറിച്ചാണ്. മക്കൾ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിഅമത്തുകളിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹു അനുഗ്രഹമായി തന്ന മക്കളെ നല്ല നിലക്ക് അവരെ വളർത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ആ മക്കൾ വളർന്ന് വലുതായി നമുക്ക് ഗുണമുള്ളവരാകണമെങ്കിൽ, നമുക്ക് ഉപകാരമുള്ളവരായി തീരണമെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധമായിരിക്കുന്ന ദീൻ പഠിപ്പിച്ചത് പ്രകാരം നമ്മൾ ചെയ്തിരിക്കണം. അതിൽപ്പെട്ട ഒരു കാര്യമാണ് മക്കളുടെ പേര് നന്നാക്കുക എന്നുള്ളത്. ഇന്ന് പലരും പല നിരക്കുള്ള പേരുകൾ വെക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മാതാപിതാക്കളുടെ പേരിൻ്റെ തുടക്കാക്ഷരങ്ങൾ ചേർത്തും കൊണ്ട് പല നിലക്കും ഒരു നിലക്കും അർത്ഥമില്ലാത്ത അല്ലെങ്കിൽ എന്തൊക്കെയോ അർത്ഥങ്ങളായി മാറുന്ന പല പേരുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെയും ആ കുട്ടികളുടെ ജീവിതത്തിൽ ഭാവിയിൽ അതവർക്ക് വളരെ മോശമായി ബാധിക്കുന്നതാണ്. കാരണം ഒരാൾ നന്നാകുന്നത് അവൻ്റെ പേര് കൊണ്ടു കൂടിയാണ് എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. പേര് നന്നായാൽ സ്വഭാവം നന്നാകുമെന്ന്. അപ്പോൾ നല്ല പേര് വെക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ പേര് വെക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 9 വിഷയങ്ങൾ നമുക്കിവിടെ പരിചയപ്പെടാം. ഒന്നാമതായും കൊണ്ട് പേര് വെക്കുമ്പോൾ എപ്പോഴാണ് പേര് വെക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് കുട്ടി പ്രസവിച്ച അതേ ദിവസം പേര് വെക്കുക എന്നുള്ളതാണ് സുന്നത്തായ കാര്യം. എന്നാൽ ഇന്ന് പലരും കുട്ടി പ്രസവിച്ച് 1 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടോ പേര് വെക്കുന്നതായി കാണാൻ സാധിക്കും. അത് തീർത്തും നാം ഒഴിവാക്കണം. ഏറ്റവും നല്ലത് പ്രസവിച്ച അതേ ദിവസം പേര് വെക്കുക. അഖീഖത്ത് അറുക്കുന്നില്ലെങ്കിൽ, ആ കുട്ടിയുടെ പേരിൽ അഖീഖത്ത് അറുക്കുന്നില്ലെങ്കിൽ, അഖീഖത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പേര് വെക്കാൻ ഏറ്റവും നല്ലത് 7ാമത്തെ ദിവസമാണ്. അതായത് 7ാമത്തെ ദിവസം ആദ്യമായും കൊണ്ട് കുട്ടിക്ക് പേര് വെക്കുകയും അതുപോലെ തന്നെ അതിനുശേഷം കുട്ടിയുടെ തലമുടി കളയുകയും അതിനുശേഷം അഖീഖത്ത് അറുക്കുകയും ചെയ്യുക. ഈ തർത്തീബിലായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ അഖീഖത്ത് അറുക്കുന്നില്ലെങ്കിൽ പ്രസവിച്ച ദിവസം തന്നെ പേര് വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മരിച്ച കുട്ടികൾ പോലും, അതായത് കുട്ടി പ്രസവിച്ച ഉടനെ മരിച്ചു പോയാലും അല്ലെങ്കിൽ പ്രസവിക്കുമ്പോൾ തന്നെ മരിച്ച നിലക്കാണ് കുട്ടിയെ പ്രസവിക്കുന്നത് എങ്കിൽ പോലും ആ കുട്ടിക്കും പേര് വെക്കണം എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ്? നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു നമ്മളെ വിളിക്കുന്നത് നമ്മുടെ പേര് കൊണ്ടാണ്. നമ്മുടെയും നമ്മുടെ പിതാക്കളുടെ പേര് ചേർത്തിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി മരിച്ച നിലക്ക് പ്രസവിച്ചാലും അല്ലെങ്കിൽ പ്രസവിച്ചതിന് ശേഷം മരിച്ചാലും ആ കുട്ടിക്കും പേര് വെക്കൽ പ്രത്യേകം സുന്നത്താണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ വിഷയം നാം ശ്രദ്ധിക്കേണ്ടത് നല്ല പേര് വെക്കണം എന്നുള്ളതാണ്. അത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വെക്കുന്ന പേര് വളരെ നല്ല പേരായിരിക്കണം. നല്ല പേരെന്ന് പറഞ്ഞാൽ കേൾക്കാൻ നല്ലതാണെന്നോ അല്ലെങ്കിൽ എഴുത്തിൽ നല്ലത് എന്നതല്ല, മറിച്ച് നല്ല അർത്ഥം സൂചിപ്പിക്കുന്ന പേരുകളായിരിക്കണം എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ്? നബി തങ്ങൾ പറയുന്നുണ്ട്, ഇന്നമാ തുദഊന ബി അസ്മായിക്കും വ അസ്മായി ആബായിക്കും ഫഅഹ്സിനു അസ്മാഅക്കും. നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ പേര് അതുപോലെ നിങ്ങളുടെ പിതാക്കളുടെ പേര് ചേർത്തിട്ടാണ് വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കുക എന്ന്. അതുകൊണ്ട് നല്ല അർത്ഥം സൂചിപ്പിക്കുന്ന പേരായിരിക്കണം നമ്മൾ വെക്കേണ്ടത്. നാലാമത്തെ വിഷയം നാം ശ്രദ്ധിക്കേണ്ടത് ആര് പേര് വെക്കണം എന്നുള്ളതാണ്. ആരാണ് പേര് വെക്കേണ്ടത്? ആർക്കാണ് അതിൻ്റെ അവകാശം? മഹാന്മാർ പറയുന്നുണ്ട്. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹഫയിൽ പറയുന്നതായി കാണാം, ഇന്ന തസ്മിയത ഹഖുമൻ ലഹു ഇന്ന തസ്മിയത ഹഖുമൻ ലഹുൽ വിലാദത്തു. പേര് വെക്കേണ്ടത് ഈ കുട്ടിയുടെ പ്രസവത്തിന് കാരണക്കാരൻ ആരാണോ അവൻ്റെ അവകാശമാണ്. കുട്ടിയുടെ പ്രസവത്തിന് കാരണക്കാരൻ ആരാണ്? അത് പിതാവാണ്. അപ്പോൾ പിതാവില്ലെങ്കിൽ പിന്നെ പിതാവിൻ്റെ പിതാവ് ഉപ്പാപ്പ,
അതേസമയത്ത് മറ്റുള്ള ആളുകൾക്ക് ഉമ്മാക്കും പേർ വെക്കാം, ഉപ്പാൻ്റെ സമ്മതത്തോടു കൂടി ഉമ്മാക്കും പേർ വെക്കാം. ഏതായാലും അതിൻ്റെ ഒന്നാമത്തെ അവകാശി ഉപ്പയാണ്. ഈ പ്രസവത്തിന് കാരണക്കാരനായ ഉപ്പാക്കാണ് അതിൻ്റെ അവകാശം. അദ്ദേഹമാണ് പേര് വെക്കേണ്ടത്. ഇനി അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടി ഉമ്മാക്കോ അല്ലെങ്കിൽ മറ്റ് കുടുംബക്കാർക്കോ ഉപ്പാപ്പാക്കോ ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ അഞ്ചാമത് നാം ശ്രദ്ധിക്കേണ്ടത് അവലക്ഷണമുള്ള പേരുകൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അവലക്ഷണമുള്ള പേരുകൾ, കാരണം പേര് കൊണ്ട് ഒരാളുടെ സ്വഭാവം മോശമായി തീരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവലക്ഷണം സൂചിപ്പിക്കുന്ന പേരുകൾ നമ്മൾ ഒഴിവാക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു പർവ്വതത്തിൻ്റെ അരികിലൂടെ വിട്ടുകിടക്കുമ്പോൾ സ്വഹാബാക്കളോട് ചോദിച്ചു അത്രേ, ഈ പർവ്വതത്തിൻ്റെ പേര് എന്താണെന്ന്. അപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു അത്രേ, ഫാലിഹ് എന്നാണ് നബിയെ. ഫാലിഹ് എന്ന് പറഞ്ഞാൽ മോശമായത് എന്നർത്ഥമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പർവ്വതത്തിൻ്റെ അരികിൽ നിന്നും വിട്ടുകടന്ന് പെട്ടെന്ന് ദൂരത്തായി വിട്ടു നടന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അപ്പോൾ മോശമായ അല്ലെങ്കിൽ അവലക്ഷണം സൂചിപ്പിക്കുന്ന പേരുകൾ അത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം അമ്പിയാക്കളുടെ പേര് വെക്കുക എന്നുള്ളതാണ്. നല്ല ഒരു വിഷയമാണ്, നല്ല കാര്യമാണ്. മഹാന്മാരായ നബിമാരുടെ പേര് വെക്കുക എന്നത്. നാളെ ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ പിന്നെ അവരുടെ തെറ്റ് കാരണം കൊണ്ട് അവർ നരകത്തിലേക്ക് കടക്കുകയും എന്നിട്ട് അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ ശുപാർശ മുഖേന അവരെ നരകത്തിൽ നിന്നും പുറപ്പെടുവിക്കുമ്പോൾ ആദ്യമായി നബിമാരുടെ പേരുള്ള ആളുകളെയാണ് നരകത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരപ്പെടുന്നത് എന്ന് പിന്നെ ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അമ്പിയാക്കളുടെ പേരിന് പ്രത്യേകം മഹത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്പിയാക്കളുടെ പേര് പിന്നെ ഇബ്രാഹിം, മൂസ, ഈസ, ദാവൂദ്, സുലൈമാൻ ഇങ്ങനെയുള്ള പേര് അതിന് മുൻഗണന നാം കാണിക്കണം, മുൻഗണന നൽകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏഴാമത് ശ്രദ്ധിക്കേണ്ടത് മുഹമ്മദ് എന്ന് പേര് വെക്കുക എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്വമുള്ള പേര് വളരെ പുണ്യമുള്ള ഒരു പേരാണ്. മാത്രമല്ല മുഹമ്മദ് എന്ന് പേര് വെക്കുന്നതിന് ഒരുപാട് മഹത്വങ്ങൾ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മുഹമ്മദ് എന്ന ഒരു പേരുള്ള ഒരു വ്യക്തി ഒരു വീട്ടിലുണ്ടായാൽ ആ വീട്ടിൽ വലിയ ബർക്കത്തും വലിയ റിസ്കിൽ പിന്നെ ബർക്കത്തും ഉണ്ടാകും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ ഒരു ഹദീസിൽ കാണാം, മൻകാന ലഹു സലാസത്തും മിനൽ വുൽദി വലം യുസമ്മി അഹദം ബി മുഹമ്മദിൻ ഫഖദ് ജഹില എന്ന്. ഒരാൾക്ക് 3 കുട്ടികളുണ്ടായിട്ട് ഒരാൾക്കും മുഹമ്മദ് എന്ന് ഒരാൾ പേര് വെച്ചില്ലെങ്കിൽ തീർച്ചയായും അവൻ വിഡ്ഢിത്തരം പ്രവർത്തിച്ചു, അവൻ വിവരമില്ലായ്മ ചെയ്തു എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ മുഹമ്മദ് എന്ന പേരിന് വലിയ മഹത്വമാണുള്ളത്. മാത്രമല്ല മുഹമ്മദ് എന്ന പേര് ഉള്ള ആളെ അകാരണമായി അവനെ ശകാരിക്കുകയോ ചീത്ത പറയുകയോ അടിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ്. മുഹമ്മദ് എന്ന പേരിനെ ബഹുമാനിക്കണം എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മുഹമ്മദ് എന്ന പേരിന് നാം മുൻഗണന നൽകുക. ഏറ്റവും മഹത്വമുള്ള ബറക്കത്തുള്ള പേരാണ്. ഇതാണ് ഏഴാമത്തെ വിഷയം. എട്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹറാമായ പേരുകൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഹറാമായ പേരെന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് അബ്ദ്. ഈ അബ്ദ് എന്നുള്ളത് ആ അബ്ദ് കൊണ്ട് ഒരാൾ പേര് വെക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പേരോ അള്ളാഹുവിൻ്റെ അസ്മാകൾക്ക് മാത്രമേ ചേർത്ത് വെക്കാവുള്ളൂ. അബ്ദുള്ള, അബ്ദുർ റഹ്മാൻ, അബ്ദുർ റഹീം, അബ്ദുൽ മലിക്, അബ്ദുൽ ജബ്ബാർ, അബ്ദുൽ സത്താർ, അബ്ദുൽ ഖഹാർ ഇങ്ങനെ മാത്രമേ അള്ളാഹിൻ്റെ പേരുകളോട് ചേർത്ത് മാത്രമേ വെക്കാവൂ അബ്ദ് എന്നുള്ളത്. എന്നാൽ ഇന്ന് പലരും അബ്ദിനെ പിന്നെ അള്ളാഹു അല്ലാത്ത മറ്റു വ്യക്തികൾക്കോ അല്ലെ വസ്തുക്കൾക്കോ ചേർത്ത് വെക്കുന്നതായി കാണാം. അത് ഒരിക്കലും പാടില്ല, അത് ഹറാമാണ്. കാരണം അബ്ദ് എന്നുള്ളത് അടിമ എന്ന അർത്ഥമാണ്. അത് അള്ളാഹുവിൻ്റെ അടിമക്ക് മാത്രമേ വെക്കാൻ പറ്റുകയുള്ളൂ. അബ്ദുൽ മലിക്, അതേപോലെ അബ്ദുൽ ജബ്ബാർ, അബ്ദുൽ സത്താർ ഇങ്ങനെ വെക്കാം. അതേ സമയത്ത് ചില സ്ഥലങ്ങളിൽ അബ്ദുൽ നബി, അബ്ദുൽ കഅബ, അബ്ദുൽ ഹജർ ഇങ്ങനെയൊക്കെ വെക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും അത് പാടില്ല, അത് ഹറാമാണ്, ഉപേക്ഷിക്കണം. അതുപോലെ കറാഹത്തായ പേരുകളും ഒഴിവാക്കണം എന്നുള്ളതാണ്. കറാഹത്തായ പേരെന്ന് പറഞ്ഞാൽ കേൾക്കാൻ വെറുപ്പ് തോന്നുന്ന പേരുകൾ, അത് ഒഴിവാക്കുക. ഉദാഹരണം ഹർബ്, അതുപോലെ തന്നെ മുറത്ത്, അതുപോലെ തന്നെ പിന്നെ ഹയ്യത്ത്, അതുപോലെ തന്നെ കൽബ് ഇങ്ങനെ തുടങ്ങിയ കേൾക്കാൻ വെറുപ്പുള്ള മോശമായ അർത്ഥം സൂചിപ്പിക്കുന്ന പേരുകൾ അതൊക്കെയും ഒഴിവാക്കുക. ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്, മുറത്ത് എന്ന് പറഞ്ഞാൽ കയ്പ് എന്നാണ്, ഹയ്യ് എന്ന് പറഞ്ഞാൽ പാമ്പ്. ഇങ്ങനെ തുടങ്ങിയ മോശമായ അർത്ഥം സൂചിപ്പിക്കുന്ന പേരുകൾ ഒഴിവാക്കുക.
തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് പേര് വെക്കുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ മക്കളെ കൊണ്ട് നമുക്ക് വലിയ നേട്ടവും ഗുണവും ഉണ്ടാകും. അവരുടെ സ്വഭാവം നന്നായി തീരും. അള്ളാഹു തആല നമ്മുടെ മക്കളെ ഒക്കെ നന്നാക്കി തരുമാറാവട്ടെ. ആഖിറത്തിലും ദുനിയാവിലും നമുക്ക് ഉപകാരം നൽകുന്ന മക്കളായി അള്ളാഹു മാറ്റി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.